എടുപ്പുവാ അറിയോ? ബിന മാമനെ ഇവി മാമനെ കാണാൻ പോവാനോ? ആണോ? പോൾ മാമനെ കാണാൻ പോവാനോ? നമ്മൾ ആദ്യം ഇപ്പം പോകുന്ന പോളിന്റെ അടുത്തേക്കാ. പോള് ഗൾഫ്. അവിടുന്ന് ഇന്ന് മിക്കവാറും പോളിന്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം രാത്രി വീവിയുടെ അടുത്തേക്ക് പോകും. വീവ് ബ്രാൻഡ്ഫോർഡ്, പിന്നെ നാളെ രാവിലെ ബിനോയുടെ അടുത്തേക്ക്. അത് കിഡ്സ് അല്ലേ? ആരോ എന്റെ വന്ന് കാലെ പിടിക്കുന്നുണ്ട്. ക്ഷമിച്ചിരിക്കുന്നു. ഹാനു എണീറ്റോ? 2 വെടി അങ്ങ് വയ്ക്കുന്നത് പോളേട്ടാ. ഒരു ഓളാവട്ടെ. ഇത് മറ്റേ ഇങ്ങനെ സിലിണ്ടർ പോലത്തെ ഉണ്ടാണോ? അല്ലാണ്ട് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റില്ലേ? പിന്നെന്തിനാ യൂസ് ഇതുകൊണ്ട് അടിച്ചു കൊല്ല. ആവശ്യമില്ലാത്ത വിദ്യ ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ പോ. ഇതിന്റെ പേരണ എത്ര കൊണ്ട് കയറും? ചക്കയും മീൻകറിയും കഴിച്ചു. നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാനും ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നില്ല. ഇവരൊക്കെ പറഞ്ഞ് നല്ലതായിരുന്നു. തന്നെ വായ തുറക്കാൻ പറ്റൂല. പറ്റും. യു ക്യാൻ. നാപ്കിൻ എടുത്തോ. ഒന്ന് ക്യൂട്ടായി കാണിക്കാം. വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ വിഷ്ണുവിൻ്റെ ഒക്കെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങാണ് എല്ലാവരും കൂടെ കൂടിയിട്ട്. ഹനു ഹനു ഉറക്കത്തിലാണ്. ബുക്ക് വേണം തിരിച്ചു വെക്കായിരുന്നല്ലോ. വന്നപ്പോഴേ രണ്ടുപേര് തീറ്റ തുടങ്ങി കഴിഞ്ഞു. ഷെഫ് അഞ്ജുവിന്റെ മാസ്റ്റർ പീസ് സന്തോഷ. മട്ടൻ ബിരിയാണി. ഇന്നത്തെ ഫുഡൊന്നും എനിക്ക് ഡീറ്റെയിൽഡ് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഫോട്ടോ ചേച്ചാൽ മതി. അത് ഫ്രിഡ്ജിലുണ്ടല്ലോ സാധനം. എനിക്ക് ചില വായിച്ചാൽ മതി. ഇത് നല്ല ബട്ടർ പോലെ അരഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ മസാല. പറഞ്ഞെടുപ്പിക്കുവാണ്. ഇതൊന്ന് സെറ്റ് ചെയ്യാം. എനിക്ക് അവനത് എടുത്ത് താഴെ ഇടണം. എന്തിന്റെ കേടാടാ? അത് താഴെ പോയില്ല. വെൽക്കം ടു ഞങ്ങൾ ഇനി കിച്ചണിലേക്ക് പോവാണ് ഗൈസ്. അലീന ചൂടാനുള്ള സമയം മുഴുവൻ കൊടുക്കുന്നില്ല. ഷൂ കൈ പിടിച്ചോ? കാറിലല്ലേ, ഇനി ഇടണോന്നൊന്നുമില്ല. ഈ വഴി പോവാം. അത് എളുപ്പാ.
എന്നാ കൗണ്ട് ചെയ്യോ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാനെന്നാ ഞാൻ നിന്റെ പുറകെ പിടിക്കാം. അല്ല റീറൂട്ട് ആവും നിന്റെ പുറകെ പിടിക്കും. കൊച്ചുറങ്ങുവാണ് ഗൈസ്. കൊച്ചിന്റെ കെയർ ടേക്കർ ഞാനാ. അപ്പം നമ്മള് സ്പ്ലിറ്റ് ആയിട്ടാണ് പോകുന്നത്. 3 പേര് ആ വണ്ടിയിൽ 3 പേര് വണ്ടിയിൽ. ഫെറാറോയുടെ കമ്പനി ഉള്ളത് നമ്മളിപ്പോ വീട് കണ്ടില്ല, ബ്രാൻഡ്ഫോർഡ്. ആ വീടിന്റെ തൊട്ടടുത്താ. ഇവിടുന്നാണ് നമുക്ക് കുറെ കൺട്രീസിലേക്കൊക്കെ അത് ഇവര് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഫെറാറോ മാത്രമല്ല, നുട്ടെല്ല, നട്ടാൻഗോ, ഇതെല്ലാം കിൻഡർ അവിടെ മിഠായി വർക്ക് ചെയ്യണവർക്കൊക്കെ കിട്ടുന്നു പറഞ്ഞായിരുന്നു. നമുക്കൊന്നും കിട്ടില്ല ഗൈസ്. അതെ. ആ വീട് ഒറ്റയ്ക്ക് കൊട്ടാരം പോലെ. ഇപ്പല്ല, ഇത് കുറച്ച് പച്ചപ്പുള്ളപ്പോ കാണേ. ഇത് ഫുൾ അവരുടെ ആയിരിക്കും. എന്ത് രസാന്ന് നോക്കി ഞാൻ പക്ഷെ ഫുള്ള് പച്ചപ്പുള്ളപ്പോ പൊളിയായിരിക്കും. ഭയങ്കര ഭംഗിയാത്. ഗൈസ്, നമ്മൾ ബിനോ ചേട്ടന്റെ മണിമാളികയിൽ എത്താൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ബിനോ ചേട്ടൻ ആ തൊട്ടിലിൽ തന്നെ കിടന്നുറങ്ങണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ നമ്മള് താഴെയല്ലേ ഇടാറ് വിസിറ്റർ? ഫുള്ളാണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇത് ഞാൻ അങ്ങോട്ട് എടുക്കാടി. ഞാൻ അവിടെ ഇറക്കാം. ഓക്കേടാ, ഞാൻ വരാം. ഇറക്കിയിട്ട് 5 പറഞ്ഞ പോലെ തന്നെ ഈ തണുപ്പത്ത് ഗേൾസ് ഐസ്ക്രീം കഴിച്ചോണ്ട് നടക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ നീയാ വേണ്ടെന്ന് പറഞ്ഞത്. അന്ന് ഒരു ഇടിമിന്നലിൽ ദൂരെ എന്റെ നേരെ നോക്കി നിൽക്കുന്ന ഒരു കറുത്ത രൂപം കണ്ടു. ഇത് നമ്മുടെ കുഞ്ഞി എഴുതിയ ഹൊറർ സ്റ്റോറി. പേടിച്ചു വിറച്ച ഞാൻ മൊബൈലിലെ വെളിച്ചം ഓഫാക്കി. ആ രൂപം എന്നെ കാണരുത് എന്ന് ഞാൻ വിചാരിച്ചു. നേരലായിരിക്കും കറുത്ത രൂപം കാണാൻ വയ്യ. എങ്കിലും വീട്ടിലേക്കുള്ള വഴി അറിയാറുണ്ട്. റോഡ് കൈകൊണ്ട് തപ്പി തടഞ്ഞു നടന്നു. ഒരു പാട്ടോ മീരയുടെ നോക്കാം. ചേട്ടനെ വിളിക്കാൻ ബസ് കോഡ് അമർത്തി. ബസ് കോഡ് എടുക്കുന്നില്ല. പുറത്തേക്ക് നോക്കിയപ്പോൾ നേരത്തെ കണ്ട ആ കറുത്ത രൂപം എന്റെ ചേട്ടനായിരുന്നു. രാത്രി ഇവളെ എങ്ങോട്ട് ഇറങ്ങി പോണെന്നറിയാൻ പറ. പുറത്തേക്ക് നോക്കിയപ്പോൾ നേരത്തെ കണ്ട് ആ കറുത്ത രൂപം എന്നെ നോക്കി പുറത്തു നിൽക്കുന്നു. പേടിച്ചു വരണ്ട ഞാൻ വെപ്രാളത്തിൽ വീണ്ടും ബസ് കോഡ് അമർത്തി. ഇത്തവണ ചേട്ടൻ ഫോൺ എടുത്തു. ഡോർ ഓട്ടോമാറ്റിക്കലി തുറന്നു. ഞാൻ ഉള്ളിൽ കയറി. വേഗം ലിഫ്റ്റ് എടുത്ത് എൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് കയറി. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ മറന്നുപോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുക്കാൻ മറന്നുപോയി. ഇടയ്ക്കിടയ്ക്ക് വ്ലോഗ് എടുക്കുന്നുണ്ടല്ലോ. എല്ലാവരും റെസ്റ്റ് ചെയ്യണം. രാവിലത്തെ എല്ലാരും ടയേർഡാണ് ഗൈസ്. ഇന്നലെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഭയങ്കര ലേറ്റ് ആയിട്ട് ഉറങ്ങി. ഞാനാണ് ഉറങ്ങിയിട്ടില്ല. കുഞ്ഞി ഉറങ്ങിയൊരു കഥയിൽ പറഞ്ഞു. ഉറക്കം നശിപ്പിച്ചവർക്ക് അതിനെ സമരം ചെയ്യും. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്.
1 2 3 നല്ല മഴയാണ് മഴ ഓടിപ്പോകാം അല്ലേ. തൊമ്മൻ ഇവിടെ വണ്ടി എടുത്തിട്ടുണ്ട്, തൊട്ടടുത്ത് തൊമ്മനെടുത്ത് എന്തെങ്കിലും മൂടണോ? പെട്ടെന്ന് കയറ്റാം. ഇപ്പം നമ്മൾ പുറത്തെ ഇരുട്ട് കണ്ടെങ്കിൽ ഏതാണ്ട് 10 മണിയായ പോലെ ഫീലാണല്ലോ അല്ലേ. പക്ഷേ സത്യം പറഞ്ഞിട്ട് ഇത് 5 മണി ആയതുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വിൻ്ററായി തുടങ്ങുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇരുട്ടാകണം. കൂടാണ്ട് ഇത് നല്ല മഴയാണ്, ഒന്നും ശരിക്കും കാണാൻ പോലും പറ്റത്തില്ല. നമ്മൾ നേരെ പോകാമെന്ന് ഓർത്തിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇതിപ്പോൾ 5:30 കഴിഞ്ഞതേ ഉള്ളൂ. ഭയങ്കര ഇരുട്ടായി. ഞാൻ പിടിച്ചോ, ഭയങ്കര ഇരുട്ടായി, ഒട്ടും വിസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നും പോളിൻ്റെ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ വിടാൻ ഓർത്തു. നമുക്ക് ഇവിടുന്ന് ഒരു 3 മണിക്കൂറുണ്ട്. പിന്നെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും ഭയങ്കര ഡാർക്കാവും. അതുകൊണ്ട് നമ്മളൊരു സേഫ്റ്റിക്ക് നമ്മളിവിടെ സ്റ്റേ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ. കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇനിയും നമുക്ക് കാണാവുന്നതാണ്. ബൈ ബൈ.